ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസിൻ്റെ തുടർച്ചയായ ഭാഗമാണ്. കുറച്ച് ക്ലാസ്സുകളായി നമ്മളത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വ്യക്തമായി പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്ന വിശ്വാസത്തിലാണ് നമ്മൾ വീണ്ടും ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അധികം ക്ലാസ് നമ്മൾ ഡെയിലി ഒരു ക്ലാസ്സേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് കേട്ട് നോട്ട് എഴുതി വരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം തുടർച്ചയായി കേൾക്കുക. അതുപോലെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പോയിൻറ്റ്സുകൾ മനസ്സിലാക്കാൻ കഴിയും. സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അപ്പോൾ നോട്ട് എഴുതാൻ വിമുഖതയുള്ള ആൾക്കാർ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം കേൾക്കുക. സമയമില്ലാത്തവർ കേട്ടോ, എത്ര പ്രാവശ്യം കേൾക്കണോ അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് അത് കൺസെപ്റ്റ് മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മൾ കേട്ടാൽ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് വരും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നിട്ട് കാണണേ. നിങ്ങളുടെ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ കണ്ടെത്തി പറയണേ. കൂടുതൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ കുഞ്ഞു ഫാമിലിയാണ്. നമ്മൾ തുടങ്ങിയിട്ട് ആകെ 2 മാസമേ ആയിട്ടുള്ളൂ. റെഗുലറായിട്ട് വീഡിയോസ് ഇടൽ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എങ്കിലും നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് കേട്ടോ. അത് വലിയ ഒരു കുറഞ്ഞ കാലയളവിനുള്ളിൽ 1000 കടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് അതിന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ക്ലാസ് കാണുന്ന കാരണമാണല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാരണമാണല്ലോ 1000 കടന്നത്. ഓക്കെ, അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സമയക്കുറവ് കാരണമാണ് ഒരുപാട് കമൻറ്റ്സ് ആയി വരുന്നു, ആ ടോപ്പിക്ക് ചെയ്യണം എന്നൊക്കെ. നമുക്കറിയാലോ, നമ്മൾ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത് കാരണം നമുക്ക് ഇത്തിരി സമയക്കുറവുണ്ട്. പക്ഷേ നമ്മളെല്ലാ ക്ലാസ്സുകളും തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാ പോരായ്മകളും പഴുതുകളും അടച്ച് നമുക്ക് പഠിക്കണം. എല്ലാവർക്കും സമയക്കുറവുണ്ട്, പ്രശ്നങ്ങളുള്ളവരാണ് എല്ലാവരും. അപ്പോൾ അധികം നമ്മൾ വലിച്ചു നീട്ടണില്ല, ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറയണു. ഓക്കെ, തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജോലി കിട്ടണ വരെ നമ്മുടെ ഈ ഒരു ജൈത്രയാത്ര തുടരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓരോ ചോദ്യങ്ങളായി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം, നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് ഫാക്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. കൂടുതൽ ഫാക്ട്സ് പറയാറാണ് ഉണ്ടായിരുന്നത്. കാരണം ടൈപ്പിങ്ങിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ്, സമയക്കുറവ് തന്നെയാണ് പ്രശ്നം കേട്ടോ. ഓക്കെ, കുറച്ച് ഫാക്ട്സ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫാക്ട്സ് പറയുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ 101ാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ, ഡാഷ് ഷാൾ നോട്ട് ബി എ റീസൺ ഫോർ ലിക്വിഡേഷൻ. ലിക്വിഡേഷന് കാരണമല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ പറയണത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫോൾ ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് അറിയാലോ, നോട്ട് മോർ ദാൻ 25 മെമ്പേഴ്സ് വെച്ചിട്ടാണ് ഒരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും കുറവ് മെമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും ആ സമയം, അതുകൊണ്ട് ലിക്വിഡേറ്റ് ആവുമോ? ഹാസ് നോട്ട് കമൻസ്ഡ് വർക്കിംഗ് വിത്തിൻ 6 months ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സൊസൈറ്റി പ്രവർത്തനക്ഷമത വേണം, പ്രവർത്തിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിലാണോ ലിക്വിഡേഷൻ സംഭവിക്കുക? വർക്കിംഗ് ഓൺ ലോസ് ഫോർ ദ ലാസ്റ്റ് 10 years. 10 വർഷം നഷ്ടത്തിലോടിയാൽ ആ സൊസൈറ്റീനെ ലിക്വിഡേറ്റ് ചെയ്യുമോ? നമ്പർ ഓഫ് വർക്കേഴ്സ് മെമ്പേഴ്സ് ഫോൾ ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. മെമ്പേഴ്സിൻ്റെ ലിമിറ്റ്, അതായത് വർക്കേഴ്സിൻ്റെ മെമ്പേഴ്സ് ഫോൾ ബിലോ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതാണ് 101ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഏത് കാരണം കൊണ്ടാണ് ലിക്വിഡേഷൻ സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഓൺ ലോസ് ഫോർ ദ ലാസ്റ്റ് 10 years അതൊഴികെ, അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നഷ്ടത്തിലോടുന്ന എല്ലാ സംഘങ്ങളെയും ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. എല്ലാ സംഘങ്ങളും ഇപ്പോൾ ലാഭത്തിൽ പ്രവർത്തിക്കണം എന്നൊന്നുമില്ല, നഷ്ടത്തിലും പ്രവർത്തിക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ ലാഭം ആയിക്കൂടാന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ലോസിലോടുന്ന എല്ലാ സൊസൈറ്റീനെയും പിരിച്ചുവിടാൻ, ലിക്വിഡേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനൊന്നും നമ്മുടെ ലോ പ്രകാരമില്ല. അപ്പോൾ അതാണ് ഷോൾ നോട്ട് ബി എ റീസൺ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പറയുന്ന സെക്ഷൻ പറയുന്നത് സെക്ഷൻ 71 വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. സെക്ഷൻ 71 വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് ലിക്വിഡേറ്റർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും, ലിക്വിഡേറ്ററാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് 65, 66 ഇൻക്വയറി ഇൻസ്പെക്ഷൻ കഴിഞ്ഞ്, 65 ഇൻക്വയറി 66 ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് രജിസ്റ്റർ
രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ ലഭിക്കുകയാണ് നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റിയിൽ നിന്ന്. ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ അവരുടെ ആപ്ലിക്കേഷൻ ലഭിക്കുകയാണ്. അത് തുടർന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുമ്പോഴാണ്, ആപ്ലിക്കേഷൻ ലഭിക്കുമ്പോഴാണ് രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്, ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അത് ഫലമായിട്ട് ലിക്വിഡേഷൻ പ്രോസസ്സിലേക്ക് ആ സൊസൈറ്റി കടക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് RCS മേ ഹിസ് ഓൺ മോഷൻ, ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് RCSന് സ്വയം എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനത്തിലും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അതിന് വ്യക്തമായ കാരണങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് ഈ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് നടത്തുന്നു. എന്നിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്യാണ്, ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എന്ത് സെക്ഷൻ 71 പറയണത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 71 ആണ് വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റിയിൽ. അപ്പോൾ സെക്ഷൻ 71(1)(a) പറയുന്നുണ്ട് RCS വൈൻഡിങ് അപ്പിന് ഓർഡർ ചെയ്യുന്നത് ഹി സാറ്റിസ്ഫൈഡ് ബൈ ദ റിപ്പോർട്ട്, അതായത് 65ഉം 66 സെക്ഷൻ 65ഉം 66 വെച്ചിട്ടുള്ള റിപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, വൈൻഡിങ് അപ്പിന് വേണ്ടി ഓർഡർ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 3/4 മെമ്പേഴ്സ് ഇന്ന് കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ ലഭിക്കുമ്പോഴും എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് വൈൻഡിങ് അപ്പിന് ഓർഡർ ചെയ്യാം. അപ്പോൾ ഈ വൈൻഡിങ് അപ്പിന് ഓർഡർ ചെയ്യേണ്ടതിന് മുമ്പേ ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, ആരെ കൺസൾട്ട് ചെയ്യണം എന്ന് നോക്കണം കേട്ടോ. അപ്പോൾ കൺസൾട്ടിങ് വിത്ത് ഫിനാൻസിങ് ബാങ്ക്, അവർ ഫിനാൻസിങ് ബാങ്കിനെ കൺസൾട്ട് ചെയ്യണം. അവരെന്തായാലും ഒരു ഫിനാൻസിങ് ബാങ്കിൻ്റെ കീഴിലായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അവിടുത്തെ ഫിനാൻസിങ് ബാങ്കിനെ കൺസൾട്ട് ചെയ്യണം, CCUവിനെ കൺസൾട്ട് ചെയ്യണം. പിന്നെ മറ്റ് അഫിലിയേറ്റഡ് സൊസൈറ്റികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ RCS ഈ ഒരു തീരുമാനം കൈക്കൊള്ളാൻ പാടുള്ളൂ എന്ന് പറയേണ്ടത്. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദ്യമായിട്ട് കടന്നു വരാവുന്ന ഒരു ഭാഗമാണ്. ആരെയൊക്കെ കൺസൾട്ട് ചെയ്യണം എന്ന് ചോദിച്ച് താഴെ പറയുന്ന ആരെയൊക്കെ കൺസൾട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻസിങ് ബാങ്കിനെ കൺസൾട്ട് ചെയ്യണം, CCUവിനെ കൺസൾട്ട് ചെയ്യണം, അതർ അഫിലിയേറ്റഡ് സൊസൈറ്റീസ് ഉണ്ടെങ്കിൽ അവരെ കൂടി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രോസസ്സിലേക്ക് അദ്ദേഹം കടക്കാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ RCS സ്വന്തം ചെയ്യാമെന്ന് പറഞ്ഞു. RCS സ്വന്തം ചെയ്യുന്നത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 71 സബ്സെക്ഷൻ 2 ക്വസ്റ്റ്യൻ ആണിത്. RCS സ്വയം ഹിസ് ഓൺ മോഷനിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് വേണമെന്ന് പറഞ്ഞു. ഒന്ന്, 25 കുറയുക, നോട്ട് ലെസ്, ആ ഒരു തുടങ്ങുന്ന ഒരു സംഭവമില്ലേ, ആ 25 മെമ്പേഴ്സിൽ കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹം ഇങ്ങനെ ഹിസ് ഓൺ മോഷനിൽ ലിക്വിഡേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വരും. വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ കേട്ടോ. ചാപ്റ്റർ 10 ആണത്. സെക്ഷൻ 71 തൊട്ടിട്ട് 74 വരെയും റൂൾ 69ഉം 70ഉമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞു, വർക്കിംഗ് തുടങ്ങിയില്ല. ഓക്കെ. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു, 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ടും തുടങ്ങിയില്ല. കാരണം ബോധിപ്പിച്ചു, അവർക്ക് എക്സ്റ്റൻഷൻ കൊടുത്തു, എന്നിട്ടും തുടങ്ങണില്ലെങ്കിൽ പിന്നെ അവർക്ക് തുടങ്ങാൻ താല്പര്യമില്ലല്ലോ, ഇത്രയും നാൾ കൊടുത്തില്ലേ, എന്നിട്ടും തുടങ്ങണില്ലെങ്കിൽ പിന്നെ RCS എന്ത് ചെയ്യും, ഹിസ് ഓൺ മോഷൻ പ്രകാരം സൊസൈറ്റീനെ വൈൻഡപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ സൊസൈറ്റി ഇപ്പോൾ ഒരു കുറച്ച് പർട്ടിക്കുലർ ഇൻഡസ്ട്രി ആൾക്കാർക്ക്, നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മെൻ്റലി ആർ ഫിസിക്കലി അങ്ങനത്തെ ചാലഞ്ച് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ ഒരു സൊസൈറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ ഇത്ര മെമ്പേഴ്സ് വേണം, അല്ലെങ്കിൽ 30% അവർ വേണം, അല്ലെങ്കിൽ 50% എബവ് അവർ വേണം എന്നൊരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് കുറയുകയാണെന്ന് വിചാരിക്കുക, അതിൻ്റെ വർക്കേഴ്സ് കേട്ടോ. നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫോൾസ് ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ആണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോഴും ഇദ്ദേഹത്തിന് ഇപ്പോൾ എംപ്ലോയീസ് കോപ്പറേറ്റീവ്സൊക്കെ അതിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സിലേക്ക്, വൈൻഡിങ് അപ്പ് പ്രോസസ്സിലേക്ക് കടക്കാമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്ററുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സെക്ഷൻ 72 തൊട്ട് ലിക്വിഡേറ്ററെ തുടങ്ങുകയാണ്. സെക്ഷൻ 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിനെ കുറിച്ചിട്ടാണ് പറയണത് കേട്ടോ. ഇനിയിപ്പോൾ ഈ വൈൻഡപ്പ് ചെയ്യുമ്പോഴും, അപ്പോൾ ഈ വൈൻഡപ്പ് ചെയ്തു അവർക്ക് ഒരു സമയം കൊടുക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊടുക്കും. വൈൻഡപ്പിൻ്റെ ഓർഡർ ഇപ്പോൾ കൊടുത്തു, അപ്പോൾ സൊസൈറ്റിക്ക് അത് കിട്ടുമ്പോഴാണ് അവർക്ക് അയ്യോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യപ്പെടാൻ പോവുകയാണെന്നൊരു തോന്നലുണ്ടാവുകയാണ്. അപ്പോൾ അവർക്കൊരു റീതിങ്ക് ചെയ്യാനുള്ളൊരു അവസരം വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, സ്റ്റേ ചെയ്യാം കേട്ടോ, സ്റ്റേ കൊടുക്കാം. ഒരു റിവൈൻഡിങ് സ്കീം എന്നാണ് അതിനെ പറയുക കേട്ടോ. 1 വർഷത്തിനുള്ളിൽ RCSന് റിവൈൻഡിങ് സ്കീം കൊടുത്താൽ RCS എന്ത് ചെയ്യും,
ഓക്കെ, അവർക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യം കൊടുക്കാമെന്ന് പറയും. പക്ഷേ ഈ റിവൈൻഡിങ് സ്കീം അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടും വർക്കിംഗ് തുടങ്ങിയില്ല, എന്നിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ടും വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ റിവൈൻഡിങ് സ്കീമിന് അർത്ഥമില്ല. കാരണം അവർക്ക് ഇത്രയും സമയപരിധി കൊടുത്തു കഴിഞ്ഞു വർക്ക് ചെയ്യാൻ, അല്ലേ? അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ 6 മാസം കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞ് എക്സ്റ്റൻഷനും അപ്ലൈ ചെയ്തു, എന്നിട്ടും അവർ ആക്ച്വലായിട്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അപ്പോൾ അതിനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആര് കാത്തു നിൽക്കില്ല, രജിസ്ട്രാർ കാത്തു നിൽക്കില്ല. ഹിസ് ഓൺ മോഷനിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ നടപടിക്രമമായ വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സിനും ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യാനും അദ്ദേഹം പോകും കേട്ടോ. അതാണ് പറയണത്. ഈ ഒരു ക്വസ്റ്റനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കുറച്ചും കൂടി നമ്മൾ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോണത് ശരിയാണ്. നിങ്ങൾക്ക് പതുക്കെ പറഞ്ഞാൽ ഒത്തിരി കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും, എനിക്കറിയാം. പക്ഷെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ദൂരം ഓടേണ്ടതല്ലേ, പിന്നെ എക്സാം ഡേറ്റ് ഇങ്ങ് വന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് പതുക്കെ കാണണമെങ്കിൽ നിങ്ങൾ 1-2 പ്രാവശ്യം റിവൈൻഡ് അടിച്ച് കാണൂ കേട്ടോ. 1-2 പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ കേട്ട് മനസ്സിലാക്കും, എന്നിട്ട് നോട്ട് എഴുതും. അപ്പം അതേപോലെ അല്ല, നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ നോട്ട് എഴുതാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ കുറേ നോട്ട് എഴുതി വെച്ചിട്ട് എന്താ കാര്യം? 2 പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൺസെപ്റ്റ് പക്ക ക്ലിയർ ആക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾ മലയാളത്തിലൊരു ഷോർട്ട് നോട്ട് എഴുതി വയ്ക്കൂ, ഇന്ന സെക്ഷൻ ഇന്നതുമായി ബന്ധപ്പെട്ട്, അത്രയും മതി. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ക്ലാസ് ഉപകാരപ്പെടും. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അല്ലാതെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അതേപോലെ പകർത്താൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സമയമില്ലല്ലോ, എക്സാം അങ്ങ് അടുത്തില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സൊക്കെ നമുക്ക് വൈഡായിട്ട് എടുക്കാം, സമയമുണ്ട്. ഈ എക്സാം കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഓരോന്നും വിശദമായിട്ട് എടുക്കാം. ഓക്കെ, എല്ലാ ഭാഗങ്ങളും നമുക്ക് പതുക്കെ എടുത്തു പോകാം കേട്ടോ. അപ്പോൾ പതുക്കെ ക്ലാസ് തരുന്നുണ്ട്, ഓരോ സെക്ഷൻ വൈസും റൂൾ വൈസും നമുക്ക് ക്ലാസ് എടുക്കാം. ഇപ്പോൾ ഓടുന്നതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും ഇത്തിരി ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡാഷ് ഓൾ ഫിക്സ് ദ പേ ആൻഡ് അലവൻസസ് ഓഫ് എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പേയും അലവൻസസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? അതിപ്പോൾ നിങ്ങൾക്ക് ആൻസർ കാണുമ്പോൾ തന്നെ അറിയാം ആരായിരിക്കും എന്നല്ലേ. മാനേജിങ് കമ്മിറ്റി ആണോ, ജനറൽ ബോഡി ആണോ, രജിസ്ട്രാർ ആണോ, ഗവൺമെൻറ് ആണോ? അതായത് ഇപ്പോൾ പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് വെച്ചിട്ട് ഇപ്പോൾ പ്രത്യേകതയൊന്നുമില്ല. നമ്മളെ ഗവൺമെൻറ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പേ സ്കെയിലും റിവിഷനും ഒക്കെ കൊണ്ടുവരുന്നത് ആര് തന്നെയാണ്? ഗവൺമെൻറ് തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഉത്തരം ഇവിടെ ഗവൺമെൻറ് ആണ് കേട്ടോ. ഗവൺമെൻറ് തന്നെയാണ് ഉത്തരമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യമാണ് പറയുന്നത്. ദർ ആർ ഡാഷ് മെമ്പേഴ്സ് റെപ്രസെൻറ്റിംഗ് അപ്പെക്സ് സൊസൈറ്റീസ്. എത്ര മെമ്പേഴ്സാണ് അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്നും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. 1 ആണോ 2 ആണോ 3 ആണോ? നോ സച്ച് റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് നോക്കാം. ഉത്തരമായിട്ട് വരുന്നത് 3 ആണ് കേട്ടോ. എങ്ങനെ 3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 3 എങ്ങനെ വരുന്നു? നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ CCUവിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. CCUയുടെ മെമ്പേഴ്സും നമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഡൗട്ട് കുറച്ച് കുട്ടികൾക്കെങ്കിലും 13 പഠിച്ചു വെച്ചവർക്ക് ഡൗട്ട് വന്നു തോന്നുന്നുണ്ട്. കമൻസൊക്കെ കണ്ടു. 13 തന്നെയാണ് കേട്ടോ നമ്പർ. പഴയ ബുക്കുകളിൽ 14 കാണുന്നുണ്ട്. ഇപ്പോൾ DCBയുടെ റെപ്രസെൻറ്റേറ്റീവ് എലവബിൾ അല്ല. അപ്പോൾ 13 തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് പഠിച്ചു വെക്കരുത്. അപ്പോൾ നമുക്കത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 13 തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടെലഗ്രാം ഉണ്ട്. വാട്സപ്പിൽ ഗ്രൂപ്പിൽ ആഡായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് അവിടെ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം. എനിക്കറിയാവുന്ന ഡൗട്ടുകളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഈ മാനേജിങ് കമ്മിറ്റിയുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 3 ആൾക്കാരാണ് അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്നും വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ CCUവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഓർക്കണം, CCUവിൽ 13 ആണ് കമ്മിറ്റി കിട്ടും. പിന്നെ ജനറൽ ബോഡി ഉണ്ടോ CCUക്ക് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്തുണ്ട്? ജനറൽ ബോഡിയും ഉണ്ട്, മാനേജിങ് കമ്മിറ്റിയും ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷേ അവിടെ എന്താണ്? അവിടെ ഇല്ല കേട്ടോ. അവിടെ CCUവിന് മാനേജിങ് കമ്മിറ്റി മാത്രമേ ഉള്ളൂ, ജനറൽ ബോഡി ഇല്ല. അതൊന്ന് ഓർത്തിരിക്കണം. നോ ജനറൽ ബോഡി എന്നാണ് പറയുന്നത് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്. അപ്പോൾ സെക്ഷൻ 89 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അത് റൂൾ 147 അത് തന്നെയാണ് പറയണത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യങ്ങൾ തന്നെയാണ് 147 പറയണത്. രണ്ടും ഓർത്തു വെക്കണം. ഗവൺമെൻറ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് കേട്ടോ. പിന്നെ അവരുടെ മാനേജിങ് കമ്മിറ്റിയിൽ 23 ആളുകളാണുള്ളത്. ആരാണ്? 23 ആളുകളാണുള്ളത്. അതിൽ എലക്റ്റഡ് ആയിട്ട് വരുന്നത് 20 ആളുകളും
20 ആളുകളാണ് എലക്റ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ. 23 ആളുകളാണ് മൊത്തം ഉള്ളത്. എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ആണ് അവരുടെ തസ്തികയായിട്ട് പറയുന്നത് കേട്ടോ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ആയിരിക്കണം ആരുടെ സെക്രട്ടറി എന്ന് പറയുന്നുണ്ട് നമ്മുടെ SCUവിൻ്റെ കേട്ടോ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ പറഞ്ഞു അല്ലേ മെമ്പേഴ്സിൻ്റെ കാര്യം. മെമ്പേഴ്സല്ല, എന്തായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നത്? അപ്പെക്സ് സൊസൈറ്റിയിൽ എത്ര മെമ്പേഴ്സാണുള്ളത്? ഓക്കെ. അപ്പോൾ അപ്പെക്സ് മെമ്പേഴ്സിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, അതായത് ഇന്ന് കേരള ബാങ്ക് എന്നറിയപ്പെടുന്ന അവിടെ നിന്ന് 2 ആളാണ് കേട്ടോ. 2 ആളാണ് അവർ പറഞ്ഞയക്കും. 2 ആൾക്കാരെയാണ് പറഞ്ഞയക്കുക. പിന്നെ ബാക്കിയുള്ള ഒരാളാണ് മറ്റ് അപ്പെക്സിൽ നിന്നും വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവരുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഡൗട്ട് ഉണ്ടാവരുത്. അങ്ങനെ 23. അപ്പോൾ അത് മൊത്തം വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സെക്ഷൻ 89 കേട്ടോ. അപ്പോൾ സെക്ഷൻ 89 നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ കുറേ എഴുതാണ്ടാവും എന്ന് എനിക്കറിയാം. എല്ലാവരും നമ്മളോട് PDF ചോദിക്കുന്നുണ്ട്. PDF അലൗ ചെയ്യാത്തത് അറിയാലോ. നമ്മളിതൊക്കെ കറക്റ്റായിട്ട് എഴുതി ഉണ്ടാക്കുക പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളതാണ് അതൊക്കെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കലും. അപ്പോൾ അതുകൊണ്ട് അത് പെർഫെക്റ്റായിട്ട് ഇല്ലാത്ത കാരണമാണ് നമ്മൾ തരാത്തത് കേട്ടോ. ഓക്കെ, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഗവൺമെൻറ്റാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ജനറൽ ബോഡി മാനേജിങ് കമ്മിറ്റി ഉണ്ടെന്നും അറിയാം. അപ്പോൾ മാനേജിങ് കമ്മിറ്റിയുടെ ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ പറയണത്. മാനേജിങ് കമ്മിറ്റിയിൽ മൊത്തം 23 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു മെമ്പറെ വെച്ചെടുക്കും. അതായത് ഓരോ റവന്യൂ ജില്ലകളിൽ നിന്നും ഒരു മെമ്പർ വെച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 14 റവന്യൂ ഡിസ്ട്രിക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ 14 മെമ്പേഴ്സ് അങ്ങനെ തന്നെയായി. ആ 14 ആയി. പിന്നെ അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് ഞാൻ പറഞ്ഞു, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എത്ര ആളെ എടുക്കും? കേരള ബാങ്കിൽ നിന്ന് 2 ആളെ എടുക്കും. മറ്റ് അപ്പെക്സ് എല്ലാം കൂടി, അതായത് മത്സ്യഫെഡ്, ക്യാപെക്സ്, അങ്ങനെ ഉണ്ടല്ലോ കുറേ അപ്പെക്സുകളില്ലേ, SC/ST ഫെഡ്, ഇവരിൽ നിന്ന് എല്ലാവരും കൂടി ഒരു ഡെലിഗേറ്റിനെയാണ് ഇങ്ങോട്ട് പറഞ്ഞയക്കുള്ളൂ കേട്ടോ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അങ്ങനെ മൊത്തം 3 ഇവിടെ പറയണത്. പിന്നെ SC/STക്ക് സ്വന്തമായിട്ട് ഒരാളെ പറഞ്ഞയക്കാം. SC/STന്ന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരാളിനെ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. വുമൺ റെപ്രസെൻറ്റേറ്റീവ് ഒരാളെ സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. എംപ്ലോയീസ് എന്ന് ഒരാളെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഗവൺമെൻറ് നോമിനി 2 ഉണ്ട് കേട്ടോ. ഗവൺമെൻറ് നോമിനി നോട്ട് മോർ ദാൻ 2 തന്നെയാണ് സാധാരണ സൊസൈറ്റികളിലും കേട്ടോ. സാധാരണ സൊസൈറ്റി, നോർമൽ സൊസൈറ്റികളിലും ഗവൺമെൻറ് നോമിനി നോട്ട് മോർ ദാൻ 2 തന്നെയാണ്. ഇവിടെയും 2 ആണ് പറയണത്. പിന്നെ എക്സ് ഒഫീഷ്യോ മെമ്പറായിട്ട് ഒരു സെക്രട്ടറി കൂടിയുണ്ട്. അപ്പോൾ എലക്റ്റഡ് ആയിട്ട് വരുന്നത് 20 പേരാണ് ഈ വ്യത്യസ്ത സംഘങ്ങളിൽ നിന്നും വരുന്നത്. അതായത് അപ്പെക്സ് അടക്കം, അപ്പെക്സ് ബാങ്കും അപ്പെക്സ് സൊസൈറ്റിയും ഒക്കെ അടക്കം എലക്റ്റഡ് ആയി വരുന്ന 20 പേരും ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 പേര്. ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന 2 പേരാകുമ്പോൾ തന്നെ 22 പേരായില്ലേ. പിന്നെ ഒരാളുള്ളത് അവരുടെ സെക്രട്ടറിയാണ്. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ അഡീഷണൽ രജിസ്ട്രാറിൽ കുറയാത്ത തസ്തിക വഹിക്കുന്ന അവരുടെ എക്സ് ഒഫീഷ്യോ മെമ്പറായ ഒരാളും കൂടുമ്പോൾ 23 ആയി അല്ലേ, 23 ആയില്ലേ. അങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. 5 വർഷം തന്നെയാണ് അവരുടെ കാലാവധി വരുന്നത് കേട്ടോ. 5 വർഷം ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദേ എൻ്റർ അപ്പോൺ ദെയർ ഓഫീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഒന്നും കൂടി പറയാം, 14 പേര് റവന്യൂ ജില്ലകളിൽ നിന്നായിട്ട്, റവന്യൂ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഓരോ മെമ്പറിനെ എടുക്കുന്നു. അങ്ങനെ 14. പിന്നെ അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, നമ്മുടെ കേരള ബാങ്കിൽ നിന്ന് 2 ആളും മറ്റ് അപ്പെക്സ് സൊസൈറ്റികളിൽ നിന്ന് എല്ലാം കൂടി ഒരാളും, അങ്ങനെ 3. ആ 3 ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞ് SC/STന്ന് ഒരാൾ വരുന്നുണ്ട്. വുമൺ റെപ്രസെൻറ്റേറ്റീവ് 1 ഉണ്ട്. പിന്നെ എംപ്ലോയീസിൽ നിന്ന് ഒരാളുണ്ട്. ഗവൺമെൻറ് നോമിനി 2 ആണ്, നോട്ട് മോർ ദാൻ 2 തന്നെയാണ്. നമുക്ക് അറിയാം അല്ലേ, 2ൽ കൂടാൻ പാടില്ല. എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി തന്നെയാണ്. അഡീഷണൽ രജിസ്ട്രാറിൽ കുറയാത്ത ആളാണ് ആരാവുക, എക്സ് ഒഫീഷ്യോ മെമ്പർ ആയി തുടരുക. അങ്ങനെ 23 ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, മൊത്തം ഉള്ളത് കേട്ടോ. 23 ആൾക്കാരാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചോദ്യമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു സെപ്പറേറ്റ് പോർഷൻസ് ആയിട്ട് എടുക്കാം. SCU ഒരു ഭാഗമായിട്ട് എടുക്കാം, CCU ഒരു ഭാഗമായിട്ട് എടുക്കാം. ഇതൊക്കെ വിശാലമായിട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖല തന്നെയാണ്.
നമുക്ക് ഒഴിവ് പോലെ ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എക്സാമിൻ്റെ തിരക്കായ കാരണമാണ്, കുറച്ച് പോയിൻ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും. ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ വരാൻ പോകുന്നുള്ളൂ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഒരു കുട്ടിയുടെ കമൻറ്റ് കണ്ടു 100 ഈ ഒരു ക്വസ്റ്റ്യൻസ് 50 സെറ്റ് പ്രീവിയസ് ചോദിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവോ അല്ലെങ്കിൽ ലിസ്റ്റിൽ വരുമോ എന്ന് കണ്ടു. തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണോണ്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ നമുക്കൊരു പാത കാണിച്ചു തരാനേ പറ്റുള്ളൂ. ഇങ്ങനെ പഠിക്കുമോ, ഇങ്ങനെ പഠിച്ചാൽ ചിലപ്പോൾ മാർക്ക് കിട്ടും എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ അത് ആപ്ലിക്കബിൾ ആക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇപ്പോൾ ട്രാക്കിൽ ഓടുന്ന ഒരു അത്ലറ്റിന് ഇങ്ങനെ ഓടൂന്ന് പറഞ്ഞിട്ട് അവർ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വിടുകയാണ്. ആ സമയത്ത് ഓടേണ്ടത് അവരുടെ കടമയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ കോച്ചിങ് സെൻറ്റേഴ്സ് ആണെങ്കിലും ഓരോ മെൻറ്റേഴ്സ് ആണെങ്കിലും ഓരോ ചാനൽസ് ആണെങ്കിലും നമുക്കറിയാവുന്ന കൊച്ചു കൊച്ചു അറിവുകൾ നമ്മൾ പകർന്നു തരണമെന്നേ ഉള്ളൂ. അത് വേഗത്തിൽ ഓടുന്നവനാണ് ലക്ഷ്യസ്ഥാനത്ത് വേഗത്തിലെത്തുക. നിങ്ങൾക്കറിയാതെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, നിങ്ങൾ ആ ഒരു സാധനം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു തീവ്രത, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ വിജയം അടുത്താവുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ റാങ്ക് ഫയൽ ഉണ്ടാവും, കുറേ ക്ലാസ്സസ് ഉണ്ടാവും, നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എക്സാമിൻ്റെ റിസൾട്ട് വളരെ വിദൂരമായിരിക്കും. അതെന്തുകൊണ്ടാണ്? റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ടല്ല അല്ലേ. നമ്മുടെ ആഗ്രഹത്തിന് തീവ്രതയ്ക്കനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ രണ്ടും കൂടി ആകുമ്പോഴാണ് നമുക്കത് സക്സസ്ഫുൾ ആവുക. സോ ഡൗട്ടോടു കൂടി ഒന്നിനും നമ്മൾ ഹാഫ് മനസ്സോടുകൂടി അപ്രോച്ച് ചെയ്യരുത്. ഞാനിത് ചെയ്യും, ഞാനിത് ചെയ്തിരിക്കും, എന്നെക്കൊണ്ട് ഇതിന് പറ്റും എന്നുള്ള ഒരു മനസ്സ് വെച്ചിട്ട് വേണം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വരാൻ. എനിക്കിത് കിട്ടുമോ, എനിക്കിത് ക്ലച്ചാവോ, എനിക്ക് ക്ലിക്കാവോ, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടല്ലോ. മറ്റുള്ളവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അവരെന്തെങ്കിലും പറയട്ടെ. അപ്പോൾ അവർ നമ്മുടെ ഉള്ളിൽ പറയാം, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഡൗട്ട് പാടില്ല കേട്ടോ. നമ്മൾ ഡൗട്ടോട് കൂടി ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്ത് അത് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ ചെറിയൊരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. കുറച്ച് കാലത്തെ ഒരു മത്സര പരീക്ഷകളുടെ എക്സാം എഴുതിയതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞു എന്നുള്ളൂ. ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു. നമുക്കങ്ങനെ പറയാനേ പറ്റുള്ളൂ. നിങ്ങളാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച്, കിട്ടാവുന്ന മെറ്റീരിയൽസ് വെച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ റൂൾ 31 KCS റൂൾസിൽ ഏതൊക്കെ രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പെർമനൻറ്റ് രജിസ്റ്റർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷോൾ നോട്ട് ബി എ പെർമനൻറ്റ് രജിസ്റ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷോൾ നോട്ട് ബി എ പെർമനൻറ്റ് രജിസ്റ്റർ ഏതാണ്? ഡേ ബുക്ക് പെർമനൻറ്റ് രജിസ്റ്റർ ആണ് കേട്ടോ. ഡേ ബുക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ആ സൊസൈറ്റി നിലനിൽക്കുന്ന അത്രയും കാലം ഡേ ബുക്ക് വേണം. പിന്നെ ചിട്ടി ലെഡ്ജർ അങ്ങനെയല്ല. ചിട്ടി ലെഡ്ജർ 12 വർഷം, അതായത് ചിട്ടി ലെഡ്ജർ, ചിട്ടി ഡേ ബുക്ക്, ചിട്ടി മിനിറ്റ്സ് ബുക്ക് ഒക്കെ എന്ത് ചെയ്യണം? ഈ സ്ഥിരം അടവുണ്ടല്ലോ. ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, ഡെയിലി ഡെപ്പോസിറ്റ് പോലത്തെ സംഭവങ്ങൾ, മാസക്കുറികളൊക്കെ ഉണ്ടാവില്ലേ, 12 വർഷം വരെ സൂക്ഷിച്ചാൽ മതി എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ജനറൽ ലെഡ്ജറിൻ്റെ കാര്യം പറയണ്ട. ജനറൽ ലെഡ്ജറും പെർമനൻ്റ് ആണ്, ലോൺ ലെഡ്ജറും പെർമനൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചിട്ടി ലെഡ്ജറാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. പിന്നെ കുറച്ച് പെർമനൻറ്റ് ബുക്കുകൾ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ലയബിലിറ്റി രജിസ്റ്റർ പെർമനൻ്റ് ആണ്, ജനറൽ ലെഡ്ജർ പെർമനൻ്റ് ആണ്, ലോൺ ലെഡ്ജർ, അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് പെർമനൻ്റ് ആണ്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പെർമനൻ്റ് ആണ്. റിസിപ്റ്റ് ബുക്ക് 10 വർഷമാണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ അക്യൂറ്റൻസ് റോളില്ലേ, എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി നമ്മുടെ ഒപ്പിടുന്ന സംഭവം, അതും 10 വർഷമാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ റൂൾ 31 അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇതിൽ കുറേ സംഭവങ്ങൾ കേട്ടോ. 12 വർഷം, 7 വർഷം, 5 വർഷം, പെർമനൻറ്റ്, ഇങ്ങനെ ഒരു കാറ്റഗറി എന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാമിന് മുമ്പ് എന്തായാലും അതൊരു കോളം പോലെ നമുക്ക് പഠിക്കാം. അടുത്തത്, ഇൻ ദ പ്രോസസ് ഓഫ് എലക്ഷൻ എനി കംപ്ലൈൻറ്റ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് വിൽ ബി എൻ്റർടൈൻഡ് ബൈ. അതായത് ഇലക്ഷൻ്റെ സമയത്ത് കംപ്ലൈൻറ്റ് കിട്ടുകയാണ് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടിട്ട്. ആരാണ് തീരുമാനം എടുക്കുക? ഇലക്ഷൻ്റെ സമയത്ത് സർവാധികാരി ആരാണ്? ഇലക്ട്രൽ ഓഫീസർ തന്നെയാണ് കേട്ടോ. സോ അദ്ദേഹം തന്നെയാണ് തീരുമാനം എടുക്കുക. ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്, ഇലക്ട്രൽ ഓഫീസർ ഉണ്ട്. അപ്പോൾ ഇലക്ട്രൽ ഓഫീസർ തന്നെയാണ്
ഈ ഒരു ഇലക്ഷൻ്റെ സമയത്തുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ റൂൾ 35A ഇതിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് പറയുന്നത്. റൂൾ 35A പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റീസ് ഓഫ് സൊസൈറ്റീസ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. 35B ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൈൻഡിൽ ഓർത്ത് വെക്കുക. പിന്നെ ഡിക്ലറേഷൻ, നമ്മുടെ ഗേഹാനുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ഫോം നമ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 8A ആണ് ഗേഹാനുമായി ബന്ധപ്പെട്ടത്. ഫോം ഞാൻ എന്തായാലും ഇവിടെ പറയില്ല, കാരണം എൻ്റെ ഫോമിൻ്റെ ക്ലാസ് ഞാൻ നന്നായി ഫോം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള വ്യൂ ഒന്നും അതിനില്ല. ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും, കോപ്പറേറ്റീവിലൂടെ നല്ല നല്ല ക്ലാസ്സുകളുണ്ട്, പക്ഷെ കാര്യമായ വ്യൂ ഒന്നും അതിനില്ല. നമ്മൾ തുടക്കത്തിലൊക്കെ അത്യാവശ്യം നല്ല കണ്ടൻറ്റ് നിറച്ച് തന്നെയാണ് ക്ലാസ്സുകൾ ഇട്ടായിരുന്നത്. പതുക്കെ കയറി വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ക്ലാസ് ഇടൽ നിർത്തുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഫോം അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത ഫോം ഒന്ന് കാണുക. നിങ്ങൾ ഒന്ന് കണ്ട് നോട്ട് എഴുതി വയ്ക്കൂ. നിങ്ങളുടെ എല്ലാ എക്സാമിനും ഒരു ഫോം എന്തായാലും ചോദിക്കും. അപ്പോൾ ആ ഫോം ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുമല്ലോ ആ എക്സാമിന് ഉത്തരം എഴുതാൻ പറ്റുമ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും പോയിട്ട് നോട്ട് എഴുതി വെക്കണം കേട്ടോ. മടിയൊന്നും വിചാരിക്കേണ്ട, നോട്ട് എഴുതാൻ എല്ലാവർക്കും മടിയാണെന്ന് എനിക്കറിയാം, സമയക്കുറവുണ്ടെന്ന് അറിയാം. പക്ഷേ രാത്രി 1 മണിക്കൂർ നിങ്ങൾ കണ്ടുപിടിക്കുമോ? എപ്പോഴെങ്കിലും പകലോ രാത്രിയിലോ ഒന്ന് നോട്ട് എഴുതാനുള്ള കുറച്ച് സമയം, നിങ്ങളുടേതായ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, ആൺകുട്ടികൾക്കും അതേപോലെ ബുദ്ധിമുട്ടുണ്ടാവും. ജോലിക്ക് പോകണവരുണ്ടാവും, ജോലിക്ക് പോയിട്ട് പഠിക്കണവരുണ്ടാവും. എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാം. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കണതിൻ്റെ അത്ര എഫക്റ്റ് എന്തായാലും വരില്ല. നമ്മളൊരു പണ്ട് ടീച്ചേഴ്സ് പറയണ കേട്ടിട്ടില്ലേ, 10 പ്രാവശ്യം വായിക്കണേക്കാൾ 1 പ്രാവശ്യം എഴുതിയാൽ നമുക്കത് മൈൻഡിൽ സെറ്റാവും എന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ നോട്ട് എഴുതിയിട്ട് തന്നെയാണ് നമ്മുടെ കയ്യിലൊക്കെ മെറ്റീരിയൽസ് ഉള്ളത്. സോ നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 107ാമത്തെ ചോദ്യമാണ്, ഡാഷ് ആൾ യൂട്ടിലൈസ് ദ എൻറ്റയർ പോർഷൻ ഓഫ് ദ റിസർവ് ഫണ്ട് വിത്തൗട്ട് എനി സാങ്ഷൻ. അത് നല്ലൊരു ചോദ്യമാണ്. ആർക്കാണ് റിസർവ് ഫണ്ട് ആരോടും ചോദിക്കാതെ ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റുകയെന്ന്, പോർഷൻ ഉപയോഗിക്കാൻ പറ്റുകയെന്ന്? തീർച്ചയായിട്ടും അത് ആർക്കായിരിക്കും? ജനറൽ ബോഡിക്കോ അഡ്മിനിസ്ട്രേറ്റർക്കോ, ലിക്വിഡേറ്റർ പറയുന്നുണ്ട് മാനേജിങ് കമ്മിറ്റിക്കോ. അവർക്ക് ആർക്കും, ജനറൽ ബോഡിക്കോ അഡ്മിനിസ്ട്രേറ്റർക്കോ ഒന്നും സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം 50% മുകളിൽ ഒന്ന് RCSനോട് ചോദിക്കണം, 50% മുകളിൽ എടുക്കണമെങ്കിൽ ഗവൺമെൻറ്റിനോട് ചോദിക്കണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. പക്ഷേ ലിക്വിഡേറ്റർക്ക് അങ്ങനെ ഒരു കണ്ടീഷനും പറയണില്ല. ലിക്വിഡേറ്റർക്ക് എൻറ്റയർ പോർഷൻ ഓഫ് റിസർവ് ഫണ്ട് ആരുടെ സാങ്ഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ലിക്വിഡേറ്ററാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് പറയണത് അവാർഡ് ആസ് പെർ സെക്ഷൻ 70 ഷാൾ ബി ഫോർവേഡ് ടു. സെക്ഷൻ 70 പ്രകാരമുള്ള അവാർഡ് ആർക്കൊക്കെ ഫോർവേഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവാർഡ് പ്ലെയിൻറ്റിഫിന് കൊടുക്കണോ, റെസ്പോണ്ടൻറ്റിന് കൊടുക്കണോ, രജിസ്ട്രാറിന് കൊടുക്കണോ? ഓൾ ഓഫ് ദീസ്, അതാണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അവാർഡ് സെക്ഷൻ 70 കൃത്യമായിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെ കൊടുക്കണം കേട്ടോ. സെക്ഷൻ 70 പറയുന്ന അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസ് ഇപ്പം ഞാൻ ഒരു സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തു അല്ലേ, ലോൺ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് അടയ്ക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. സൊസൈറ്റി കുറേ പ്രാവശ്യമായി എൻ്റെ പിന്നാലെ ഇത് അടയ്ക്കാൻ വേണ്ടി നടക്കണു, പക്ഷേ ഞാൻ അടയ്ക്കണ ലക്ഷണമൊന്നും സൊസൈറ്റിക്ക് കാണാനില്ല. അപ്പോൾ സൊസൈറ്റി എന്ത് ചെയ്യും? അവാർഡ് ഒരു കോടതിയിൽ പോവുകയും പിന്നെ അവാർഡ് ലഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവാർഡ് ലഭിച്ചിട്ട് ഇത് കയ്യിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല, വീണ്ടും രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുക്കും. എന്ത് ചെയ്യാൻ? പിന്നെ ആർക്ക്? സെയിൽ ഓഫീസറെ വെച്ചിട്ട് എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്നും എനിക്ക് എന്തു ലഭിക്കണം, അത് ഈടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അവാർഡ് ആർക്കൊക്കെ ഫോർവേഡ് ചെയ്യണം എന്ന് വെച്ചാൽ പ്ലെയിൻറ്റിഫിനും റെസ്പോണ്ടൻറ്റിനും കൊടുക്കണം, രജിസ്ട്രാറിനും കൊടുക്കണം കേട്ടോ. അതാണ് പ്രധാനം. സൊസൈറ്റി കയ്യിൽ വെച്ചിരുന്നിട്ട് പോരാ, അവാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കൊക്കെ, കോടതി തന്നെ പ്ലെയിൻറ്റിഫിനും റെസ്പോണ്ടൻറ്റിനും, പിന്നെ സൊസൈറ്റിയാണ് കിട്ടിയ ആളാണ് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം, പ്ലെയിൻറ്റിഫിന് കൊടുക്കണം, റെസ്പോണ്ടൻറ്റിന് കൊടുക്കണം, രജിസ്ട്രാർക്കും കൊടുക്കണം കേട്ടോ. ഓക്കെ, അടുത്തപ്പോൾ ആൻസർ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡാഷ് ആൾ ഡിസൈഡ് വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ ഡീഫോൾട്ടർ ഈസ് ടു ബി പ്രൊസീഡഡ് ഫസ്റ്റ്. ഇപ്പം പറഞ്ഞ അതേ ഭാഗമാണ് വരുന്നത്. അതായത് ഡിഗ്രി കയ്യിലുള്ള ആൾ പ്രോപ്പർട്ടി ഡീഫോൾട്ട് വരുത്തി നമുക്ക് ഡിഗ്രി കിട്ടി. ഇപ്പോൾ സൊസൈറ്റിയാണ്, സൊസൈറ്റിക്ക് ഡിഗ്രി കിട്ടി. സൊസൈറ്റിക്ക് ഡിഗ്രി കിട്ടിയിട്ട് കാര്യമില്ല, സൊസൈറ്റി വീണ്ടും രജിസ്ട്രാറോട് പറയും എനിക്ക് ഈ ഡിഗ്രി ഒന്നും നടപ്പില്ല. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഓർഡറാണ് കേട്ടോ. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഓർഡർ പോലത്തെ ഒരു ഓർഡർ ഇല്ലേ, നമ്മുടെ റവന്യൂ റിക്കവറിക്കാണ് നമ്മൾ അങ്ങനെ അറ്റാച്ച്മെൻറ്റ് ഓർഡർ, ഇത് ഡിഗ്രി എന്നാണ് പറയുക കേട്ടോ. നമ്മൾ പറയില്ലേ മറ്റേ
അറ്റാച്ച്മെൻറ്റ് ഓർഡർ അറിയുണ്ടാവില്ലേ, ജപ്തി നോട്ടീസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതേപോലെ ഡിഗ്രി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, സൊസൈറ്റി രജിസ്ട്രാറോട് സെയിൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ സെയിൽ ഓഫീസർ വരികയാണ്, ഇതൊക്കെ റെഡിയാക്കിയിട്ട് സൊസൈറ്റിക്ക് ഈട് ഒക്കെ ഉണ്ടാക്കി ഇതിന്ന് അയാളുടെ കയ്യിൽ നിന്ന്, ഡീഫോൾട്ടറുടെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ് ആദ്യം എടുക്കേണ്ടത്, പ്രൊസീഡഡ് ഫസ്റ്റ് എന്ന് തീരുമാനിക്കുന്നത് ആരാണെന്ന്. അപ്പോൾ അത് ഡിഗ്രി ഹോൾഡറായി ഈ സൊസൈറ്റിയാണ് തീരുമാനിക്കുക. അപ്പോൾ സൊസൈറ്റിയാണ് ഡിഗ്രി ഹോൾഡർ വെച്ചാൽ ആരാ, സൊസൈറ്റിയാണ് തീരുമാനിക്കുക. എനിക്ക് കിട്ടാനുള്ളത് 50,000 രൂപയാണെങ്കിൽ ആ വീട്ടിലെ ആദ്യം മൂവബിൾ ആണ് നോക്കുക, പിന്നെയാണ് ഇമ്മൂവബിളിലേക്ക് കിടക്കുക. അപ്പോൾ എനിക്ക് അവിടെ കിട്ടാവുന്ന 50,000 രൂപയുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയല്ലേ. അതിന് അവരുടെ ഉപയോഗമുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ റൂളിൽ പറയുന്നുണ്ട്. സ്ത്രീകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാർഷിക ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഡീഫോൾട്ടർ എന്ത് പ്രോപ്പർട്ടി എടുക്കണം ആദ്യം തീരുമാനിക്കുന്നത് ആരാണ്, ഡിഗ്രി ഹോൾഡറാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, നിങ്ങളൊന്ന് ഓർത്ത് വെക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് എനി സൊസൈറ്റി കനോട്ട് അഡോപ്റ്റ്, സ്റ്റാഫ് പാറ്റേൺ എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, സ്റ്റാഫ് പാറ്റേൺ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. റൂൾ 188 സ്റ്റാഫ് പാറ്റേൺ പറയുന്നുണ്ട്. നമ്മുടെ സെക്ഷൻ 70 ആ ഭാഗമാണത്. സെക്ഷൻ 70 എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമല്ലേ, വിശാലമായിട്ട് അതിൻ്റെ ഉള്ളിൽ പറയണത് മുഴുവൻ ഈ സർവീസ് കണ്ടീഷൻസ് പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അത് ഫിനാൻഷ്യൽ പൊസിഷൻ ബുദ്ധിമുട്ട് കാരണം സ്റ്റാഫ് പാറ്റേൺ കറക്റ്റ് അല്ലെങ്കിൽ ഹോണററി കപ്പാസിറ്റിയിൽ ആരെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഹോണററി കപ്പാസിറ്റിയിൽ ആരെ വേണമെങ്കിൽ വർക്ക് ചെയ്യിക്കാം, സ്ഥിരം സ്റ്റാഫ് അല്ലാത്ത മറ്റുള്ളവരാണ് കേട്ടോ. ഹോണററി കപ്പാസിറ്റിയിൽ ആരെ വർക്ക് ചെയ്യിച്ചാൽ പ്രസിഡൻ്റ് ആണോ, സെക്രട്ടറി ആണോ, മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് ആണോ, എനി ഓഫീസർ ഫ്രം ഡിപ്പാർട്ട്മെൻ്റ് ആണോ. മാനേജിങ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിന് തന്നെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം. സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സൊസൈറ്റി അഡോപ്റ്റ് ചെയ്തിട്ടില്ല, ഫിനാൻഷ്യൽ പൊസിഷൻ വീക്കായിരിക്കും, അതുകൊണ്ടാണ് അഡോപ്റ്റ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഹോണററി കപ്പാസിറ്റി ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് ആര് തന്നെയാണെന്നാണ് പറയണേ, മാനേജിങ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് തന്നെയാണെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 110 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും PDF നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു 10 ക്വസ്റ്റ്യൻ്റെ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ സാധനം ഇടാം കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉപകാരപ്പെടും. ഓക്കെ, ആൻസർ ഞാൻ മാർക്ക് ചെയ്യില്ല കേട്ടോ, ആൻസർ മാർക്ക് ചെയ്യാത്തതാണ് ഇടുക. ഓക്കെ, ആൻസർ മാർക്ക് ചെയ്ത ഷീറ്റല്ല ഇടുക. ആൻസർ മാർക്ക് ചെയ്യാത്ത 10 ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്തു പഠിക്കാനാണ്. ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, അത് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കില്ല. വീഡിയോയിലും അതെ, നമ്മൾ ഉത്തരം മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കും അല്ലേ. അത് പോരാട്ടോ, നിങ്ങൾ ഉത്തരം കണ്ടെത്തി പഠിക്കുമ്പോഴാണ് നമുക്കത് ഓർമ്മയുണ്ടാവും, മറക്കാതെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് നമ്മുടെ ഫാമിലി 1000 കടന്നതിന്. അപ്പോൾ ഇനി കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ഫാമിലി ഇത്രയും കൂടി ഉഷാറാക്കണേ. അപ്പോൾ ഓക്കെ കേട്ടോ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.